പോലും കേൾക്കലാക്കലൊക്കെ ഉണ്ട്. വ്യക്തിപരമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെന്താക്കി ഉസ്താദത്തിൽ വെച്ചുകൊണ്ടിരിക്കൊക്കെ വിളിക്കുകയും പിന്നെ നല്ല ബന്ധങ്ങളായി. കാമിനെ കാണും, സംസാരിച്ച് കിതാബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്ത് പിന്നെ ഏത് സമയത്തും കാമിന്റെ ഫോണൊക്കെ അറ്റൻഡ് ചെയ്ത് ചുമതല എനിക്കായി. വിളിച്ചാൽ ജിദ്ദയിലേക്ക് മാറി. ജിദ്ദയിലേക്ക് മാറിയ ശേഷം ജിദ്ദയിലേക്ക് മാറി ഒരു 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നടക്കുന്നത്. അതന്നെ കാമിന്റെ അടുത്ത് കാമിന്റെ സെക്രട്ടറി ആയിട്ട് കാമിന് പോണവർക്കൊക്കെ പോവുക. ഈജിപ്തിലും അതുപോലെ തന്നെ മൊറോക്കോ അതുപോലെ ലെബനാൻ ഇവിടൊക്കെ പോയിട്ടുണ്ട് പല വർഷം. മൂപ്പര് പോണവർക്കൊക്കെ മൂപ്പരുടെ കൂടെ പോവുക. അത് തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്താക്കി പിന്നെ ഉസ്താദ് വന്നു. അങ്ങനെ പരിചയമല്ല. പിന്നെ ആദ്യത്തെ സമ്മതത്തിന് പിന്നെ ഈ സിൽവർ ജൂബിലിക്ക് മൂപ്പർക്ക് ചെറിയ ഓപ്പറേഷൻ ഉണ്ടായത് കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നെ ഉസ്താദായിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങൾ ആയി. പിന്നെ മൂപ്പരോട് പറയേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മളെ വിളിക്കും. ഞാൻ ഫോൺ വിളിച്ചിട്ട് അങ്ങനെയാണ് ബന്ധമാവുന്നത്. അങ്ങനെ ചുരുക്കത്തിൽ അങ്ങനെ എന്തായി മൂപ്പര് വന്നു. ആദ്യത്തെ സമ്മതത്തിന് വന്നപ്പോൾ തന്നെ അന്ന് ഹബീബ് അലി ജിഫ്രി ഉണ്ടായിരുന്നു. ഒരുപാട് ആളുണ്ടായിരുന്നു സമ്മതത്തിന്. എനിക്ക് തോന്നുന്നത് മർക്കസിന്റെ പിന്നെ ഇയാളുണ്ടായിരുന്നു. ആദ്യമായിട്ടുണ്ട് റാത്തി പണ്ഡിതനായ പിന്നെ യുവയാണ് താമസം അഹമ്മദ് കുബൈസി. അഹമ്മദ് കുബൈസി ഉണ്ടായിരുന്നു. അപ്പൊ ഇതുമായിട്ട് എന്തായി അങ്ങനെ ഇയാൾക്ക് ഇത് കണ്ടു വെക്കുമ്പോ വല്ലാത്ത മർക്കസിന്റെ പിന്നെ സെറ്റപ്പും സമ്മാനമൊക്കെ കണ്ടുവെക്കുമ്പോ എന്തായി വല്ലാത്ത ആവേശം. അങ്ങനെ അയാള് അന്ന് തന്നെ പിന്നെന്താക്കി യുവയിലുള്ള കാര്യമായ ഒരാളുമായിട്ട് വിളിച്ചു, പണക്കാരനായി വിളിച്ചു പറഞ്ഞ് 1 മില്യൺ ജീവൻ ഉണ്ടാക്കി, 1 മില്യൺ ഞാനും ഉണ്ടാക്കാം, ഇവിടെ എങ്ങനെ സംഗതി ചെയ്യണം എന്നൊക്കെ അവിടെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എന്തായി ഇവിടെയുള്ള ഓരോ പ്രൊജക്ടുകളും പൊമ്പറ അസേറി പിന്നെ എന്റെ അസേറി കോഴ്സ് തുടങ്ങിയതും ഉണ്ടാക്കിയതൊക്കെ മുപ്പരാണ്. കാമിലാണ്. അങ്ങനെ പോന്നതാണ്. അങ്ങനെ 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 പോന്ന് പിന്നെ എല്ലാ സമ്മതത്തിനും മൂപ്പര് ഒരു സമ്മതത്തിനൊക്കെ മൂപ്പര് വരും. പിന്നെ മൂപ്പര് തന്നെ ഇന്റർനാഷണൽ മീലാദ് എന്നുള്ളതൊക്കെ മൂപ്പര് തന്നെയാണ് നടത്തത്. അതിന്റെ കംപ്ലീറ്റ് കാശ് മൂപ്പരെ എടുത്ത് വയ്ക്കലും അത് കാമിൽ തന്നെ. ഓ കംപ്ലീറ്റ് വയ്ക്കണം. പിന്നെ നമ്മളിവിടെ ഒരു വില്ലെടുത്തു. കോഴിക്കോട് ഒരു വീടെടുത്തിരുന്നു എല്ലാ താമസിക്കാൻ. മൂപ്പരവിടെ ദർശനം നടത്തുന്നുണ്ടോ? മൂപ്പര് വീട്ടിൽ ദർശനം നടക്കുന്നുണ്ട്. ഓ ജിദ്ദ മൂപ്പര് വീട്ടിൽ ദർശനം നടക്കുന്നുണ്ട്. നമ്മളെ ഷാഫി മദബുണ്ട്, അൻഫി മദബുണ്ട്, 2 മദബുണ്ട്. എന്നിട്ട് ഹലോ പറഞ്ഞ വിഷയം കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ടർഫ് കൊണ്ട് വീണ്ടും വിളിക്കണം. അപ്പൊ അങ്ങനെ ആയി. ചുരുക്കത്തിൽ പറയാ, ചുരുക്കി പറയാം. ഏതായാലും ഈ സമ്മതത്തിന് വന്നപ്പോ ഈ മുടി കൊടുത്ത സമയത്ത് സത്യത്തിൽ മൂപ്പര് ഉണ്ടായില്ല. അതിനെ ചെയ്യാൻ കുറിച്ചില്ല. നിങ്ങളോടൊന്നും പറഞ്ഞോ? ഓ സ്റ്റേജ് തന്നെ എന്നോടല്ല ചൊല്ലുക, എന്നോടും പറഞ്ഞു ചൊല്ലിക്കോണോടും പറഞ്ഞാണ്, പിന്നെ എഡിസാനോടും പറഞ്ഞാണ്. അപ്പം തന്നെ ഇത് അഹമ്മദ് ഹസറത്ത് ഒരു പക്ഷേ ഇവിടെ എന്താ ജനങ്ങളെ ഇടയിൽ ഇങ്ങോട്ട് ആളാവാൻ വേണ്ടിട്ട് ജനങ്ങളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടിട്ടും അതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടല്ലോ, അങ്ങോട്ട് എന്താ പറയാ നമ്മള് ഇങ്ങോട്ട് ആളാവാൻ വേണ്ടിട്ട്, അതായത് പൊങ്ങച്ചത്തിനും വേണ്ടിട്ട് തന്നതായിരിക്കും. അതുകൊണ്ട് അത് ഒറിജിനൽ ആണോ അല്ലേ എന്ന് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം എന്താക്കിയാൽ മതി. നിങ്ങൾ പിന്നെ ജനങ്ങളോട് പ്രഖ്യാപിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ കാണുന്ന ജനങ്ങളൊക്കെ നിങ്ങൾ വഞ്ചിക്കലാവുന്നു. ഓ അന്നേരം തന്നെ പറഞ്ഞാണ്. അത് അങ്ങനെ പറയുകയും ഇതാക്കുകയും പിന്നെ അതെന്താക്കില്ല. അന്നേരം തന്നെ പിന്നെ നമ്മള് പിന്നെ ഒരു വിലയിരുത്തി എന്ത് അത് അറിവുകൾ തമ്മിൽ ഒരാള് ഇതാവുന്നതിന് എന്താവൂല, താല്പര്യപ്പെടൂല എന്നുള്ള കാഴ്ചപ്പാടിലേക്കാണ് നീങ്ങിയത്. പിന്നെ നമുക്ക് കൂടുതൽ പറയാൻ പറ്റൂലല്ലോ. നമ്മളെ നാടും നമ്മളെ പണ്ഡിതന്മാരുമാണ് സമയത്ത് എന്നോട് പലപ്പോഴായിട്ട് പറഞ്ഞു എന്നല്ല, എന്നോട് കർശനമായിട്ട് പറഞ്ഞ് മൂപ്പരെ കൂടെ യൂട്യൂബിൽ എന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇനി കേരളത്തിലേക്ക് വരില്ലാന്ന് വരെ പറഞ്ഞു. ആരെ ഹസ്രജിന്റെ കൂടെ, അഹമ്മദ് ഹസ്രജിന്റെ കൂടെ എന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് യൂട്യൂബ് പരിശോധിച്ച് ഉണ്ടെങ്കിൽ നോക്ക്, യൂട്യൂബിലോ മറ്റോ വന്നാൽ ഞാൻ കേരളത്തിലേക്കല്ല എന്ന് വരെ എന്നോട്